കൊയ്ത്ത് മെഷീൻ വന്നപ്പോൾ ഞങ്ങളുടെ കൊയ്ത്ത് തീർന്നു. ഞങ്ങൾക്ക് കൊയ്ത്തില്ല. പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് കിട്ടുന്ന നെല്ലില്ല, വരുമാനമില്ല, ഒന്നുമില്ല. കർഷകൻ തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കർഷകനെ രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ കർഷക തൊഴിലാളി രക്ഷപ്പെടത്തുള്ളൂ. ഈ കുട്ടനാട്ടിൽ ഒരു കൃഷി നമ്മുടെ പുരടത്തിൽ തന്നെ എന്തെങ്കിലും ഒരു കൃഷി ഇട്ടാൽ അത് വിളവെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ ആളിനെ നിർത്തി പണി ചെയ്യുകയാണ്. അന്നേരം അവർക്ക് ഇന്നത്തെ 6 മണിക്കൂറിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന 1150 രൂപയും സ്ത്രീ തൊഴിലാളിക്ക് 650 രൂപയാണ്. 650 രൂപ കൂലി കിട്ടിയാലും ഈ വിലക്കയറ്റം കൊണ്ട് 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് പോലും 650 രൂപ തികയാത്തൊരു കാലഘട്ടമാണ്. കൂടുതൽ ഓരോ വർഷം കഴിയും തോറും സാമ്പത്തിക ബാധ്യതയിലേക്കാണ് കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ മക്കൾ വിദേശത്ത് പോവുകയും അല്ലെങ്കിൽ മക്കളിപ്പോൾ മൈഗ്രേറ്റ് ചെയ്തും അവിടെ നിന്ന് വരുന്ന ഫണ്ട് കൊണ്ടാണ് ശരിക്കും ഇപ്പോൾ കുട്ടനാട്ടിലെ കർഷകർ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൻ്റെ ഹൃദയതാളം മുഴങ്ങുന്ന നീർത്തടങ്ങളുടെ അലകൾ പ്രകൃതി സൗന്ദര്യത്താൽ ആകർഷണ വലയം തീർക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഭൂമിയുടെ പറുദീസ കുട്ടനാട്. കടൽ തിരമാലകളും കായലോരങ്ങളും നെൽക്കതിരുകളും മണ്ണിൻ്റെ ചേർമണം മനുഷ്യജീവിതങ്ങളുടെ നിലനിൽപ്പിന് താളവും പകരുന്ന കടൽ നിരപ്പിനും താഴെയുള്ള പ്രദേശമാണ് കുട്ടനാട്. സമുദ്രനിരപ്പിനും താഴെയായതിനാൽ കൃഷിയും കൃഷി സംബന്ധമായ തൊഴിലുകളുമാണ് ഈ നാട്ടുകാരുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സ്. നെൽക്കതിരുകൾ സ്വർണ്ണവർണ്ണം ചാലിക്കുമ്പോൾ 4 വശങ്ങളിലും ജലസ്രോതസ്സുകൾ അതിർവരമ്പുകൾ തീർക്കുന്ന കിഴക്കിൻ്റെ വെനീസ്. ചേറും നെൽപ്പാടങ്ങളും ജനജീവിതങ്ങൾക്ക് പട്ടിൻ പരവതാനിയായ കേരളക്കരയുടെ നെല്ലറ. ലോവർ കുട്ടനാട് മേഖലയിലെ പാടശേഖരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കർഷകർ കൂടിക്കൊണ്ട് കൃഷി ചെയ്യുന്ന 32 പാടശേഖരങ്ങളാണ് ഈ ശമ്പക്കുളം പഞ്ചായത്തിലുള്ളത്. അത് 20 ഹെക്ടർ മുതൽ 300 ഹെക്ടർ വരെ വലിപ്പമുള്ള വിസ്തൃതിയുള്ള പാടശേഖരങ്ങളാണ്. അങ്ങനെയുള്ള ചമ്പക്കുളം പഞ്ചായത്തിലെ 32 പാടശേഖരങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ ഗവൺമെൻറ് തലത്തിൽ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളായിട്ട് സംവിധാനം ഒരുക്കിയതാണ് ഈ പാടശേഖരങ്ങളുടെ ഭരണസമിതികളുടെ ഒരു ഏകോപന സമിതി. പുറത്ത് കർഷകരുടെ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ കൊയ്ത്ത് മെഷീൻ വന്ന് നടിയിൽ ഇപ്പോൾ ഈ വ്യതയാണ്. മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ പണിയാൻ പൊതുവെ ആളുകളില്ല. ഈ തൊഴിലുറപ്പൊക്കെ ഉണ്ടെങ്കിൽ തൊഴിലുറപ്പിന് പോകത്തുള്ളൂ. ഈ പാടത്ത് പണിയാൻ ആളുകൾ വരുന്നില്ല. കാർഷിക രംഗത്ത് ഒരു പണിയേ കിട്ടത്തുള്ളൂ. അത് നടിച്ചിൽ മാത്രം. ബാക്കി ഒരു പണിയും കർഷക തൊഴിലാളി സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. അന്ന് അടിച്ചിൽ ചെയ്യാൻ കർഷകൻ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ന് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പം ഞങ്ങളെയും കൂടെ നിലനിർത്തുന്ന ഒരു കൃഷി വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിഷയങ്ങൾ വേണം വരാൻ. കണ്ടത്തിലിറങ്ങാൻ പുതുതലമുറ പഠിപ്പിച്ചാൽ മാത്രമേ കുട്ടനാടിനെ കണക്കുള്ള കാര്യങ്ങളൊക്കെ രക്ഷപ്പെടുത്തുള്ളൂ. എല്ലാം ഡ്രോണുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും തൊഴിലാളിയോട് വേണം. തൊഴിലാളികളുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ തൊഴിലാളികൾ കണ്ടത്തിലിറങ്ങാൻ മനസ്സായിരിക്കണം. ഒരു 20 വർഷം മുമ്പത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 1-ാം തീയതി മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ജൂലൈ പകുതിയാകാതെ കുട്ടനാട്ടിൽ വെള്ളം ഉയരത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെറും 3 ദിവസത്തെ മഴ കൊണ്ട് കുട്ടനാട് മുങ്ങുന്ന രീതിയിലുള്ള ജലമാണ് ഇപ്പോൾ വരുന്നത്. കർഷകരുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കമാണ്. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ നെല്ലുകളെല്ലാം അടിഞ്ഞു പോകും, മുങ്ങിപ്പോകും, നശിച്ചു പോകും. അപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിന് പ്രതിരോധി ശേഷി നിൽക്കാനുള്ള കഴിവുള്ള വിത്തനം പറയണം നമ്മൾ കഴിഞ്ഞ വർഷം ഇറക്കിയിട്ടുണ്ട്. ആദ്യമെന്ന് പറയുന്ന ഒരു വിത്തനമാണ് MO24 ആണ്, 24ാമത്തെ വെറൈറ്റി വെള്ള അരിയാണ്. പിന്നെ ഈ കൃഷിക്കാരാണെങ്കിലും ശരി തന്നെ അവരും വെള്ളം കയറ്റും. പാടത്ത് വെള്ളം കയറ്റുന്നതാണ്. പാടത്ത് വെള്ളം കയറ്റിയാൽ നമ്മുടെ കൈ പുരടത്തി കയറത്തൊക്കെ രൂപത്തിൽ അവരും വെള്ളം കയറ്റി ഇടുമ്പം നമുക്ക് ഒരുപാട് ദുരിതമാണ് അതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. ചെറുകിട നാമമാത്രമായ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 ഏക്കർ അല്ലെങ്കിൽ 5 ഏക്കർ താഴെയുള്ളവർ കൃഷി ചെയ്യുമ്പോൾ അവർ തന്നെയാണ് സ്വയം തൊഴിൽ ചെയ്യുന്നത്. മറ്റവർക്ക് കൂലി ആർക്കും കൊടുക്കണ്ട. അവർ തന്നെ വരമ്പ് വാരുന്നു, വളമിടുന്നു, ഇതെടുക്കുന്നു. ജോലി ഒന്നും ആയില്ല, അതുകൊണ്ടാണ് കൃഷി മേഖലയിലോട്ട് വന്നത്. കർഷകർക്ക് നെല്ലിൻ്റെ പൈസ കിട്ടുന്നില്ല. രണ്ടാമത്തെ അമിത കൂലിച്ചെലവ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസം, അമിത ചൂട്, വെള്ളപ്പൊക്കം, അതൊക്കെ മൂലം കൃഷി നശിക്കുന്ന കാരണം കർഷകർക്ക് വൻ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതല്ലാതെ തന്നെ കർഷകർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആനുകൂല്യം ഇതുവരെ കിട്ടുന്നില്ല. ഏകദേശം 68,000 ഹെക്ടറോളം സ്ഥലത്ത് നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും ആ നെല്ല് കർഷകരിൽ നിന്നും സപ്ലൈകോ വഴിയാണ് സംഭരിക്കുന്നത്. അപ്പോൾ കർഷകർക്ക് 1 കിലോയ്ക്ക് 28 രൂപ 32 പൈസ എന്ന നിരക്കിൽ നമ്മൾ
കർഷകരുടെ അക്കൗണ്ടിലേക്ക് സപ്ലൈകോ വഴി നെല്ല് സംഭരണം പൂർത്തിയായ മുറയ്ക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് നിക്ഷേപിക്കുന്നുണ്ട്. അവരുടെ വിത്ത് സംഭരിച്ചതിന് ശേഷം അവർക്ക് അതിൻ്റെ പൈസ, അതിൻ്റെ തുക അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിൽ കാലതാമസം വരെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്ന പ്രശ്നം. അപ്പോൾ നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രത്യേകം ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് ഉണ്ട്. അതുപോലെ ഒരു കർഷകർക്ക് ഒരു പ്രശ്നം വന്നു, എന്തെങ്കിലും വിളവിനെ ബാധിക്കുന്നുണ്ട്, ഒരു കീടങ്ങളോ കേടുകളോ അല്ല കാലാവസ്ഥ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും രൂക്ഷമായ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യും. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുകാർ നമ്മളെ MDDT എന്ന് പറയും, മൾട്ടി ഡിസിപ്ലിനറി ഡയഗ്നോസ്റ്റിക് ടീം വിസിറ്റ്. ആ ടീമിൽ നമ്മൾ മെമ്പറാണ്, സയൻറ്റിസ്റ്റ് എല്ലാവരും മെമ്പറാണ്. അപ്പോൾ ഈ മണ്ണിൻ്റെ പ്രശ്നമാണെങ്കിൽ മണ്ണിൻ്റെ സയൻറ്റിസ്റ്റ് അവരുടെ കൂടെ ചെല്ലും. അപ്പോൾ നമ്മൾ ഓൺ സ്പോട്ട് റെക്കമെൻഡേഷനാണ്. ആലപ്പുഴ ജില്ലയിൽ നെല്ല് സംഭരണത്തിൽ പ്രധാനമായും നമ്മളെ ഗുണനിലവാര മാനദണ്ഡങ്ങളിൽ ഈ ഈർപ്പത്തിൻ്റെ അളവ് പലപ്പോഴും 17% കൂടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെ തർക്കങ്ങൾ കൂടുതലായിട്ട് വരുന്ന സന്ദർഭം ഉണ്ടാകാറുണ്ട്. കുട്ടനാടൻ മേഖലയെ മൊത്തം ഒന്നിച്ച് കാണാതെ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന മേഖലയെ ലോവർ കുട്ടനാടെന്നും മറ്റു മേഖലയെ അപ്പർ കുട്ടനാടെന്ന രീതിയിൽ കണ്ടുകൊണ്ട് രണ്ട് മേഖലയ്ക്കും പ്രത്യേകമായ പദ്ധതികളുണ്ടാകും. കർഷകർക്ക് നെല്ല് കൊയ്ത്ത് കഴിഞ്ഞാൽ സംഭരിച്ച് വെക്കാനുള്ള സൗകര്യം ഇല്ലാത്ത ഒരവസ്ഥ പലയിടത്തും ഉണ്ട്. അപ്പം അതായത് പഞ്ചായത്ത്, അതായത് പാടശേഖരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈയിങ് യാർഡുകളോ അതുപോലെ തന്നെ പ്രൊക്യൂർമെൻറ്റ് സെൻറ്ററുകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ കർഷകർക്ക് അവർ കൊയ്ത നെല്ല് അവിടെ നിന്ന് ഉണക്കി പതിരടിച്ച് സൂക്ഷിക്കാനുള്ള ആ ഒരു കാര്യം ലഭ്യമാവും. കുട്ടനാട്ടുകാർക്ക് കൃഷി തൊഴിലിനുമപ്പുറം ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന കേന്ദ്രധാരയാണ്. അധികാരത്തിൻ്റെയും നിയമത്തിൻ്റെയും കണ്ണുകൾ ഇവിടേക്ക് എത്തില്ല എന്നതിൽ നിന്നുള്ള പരിഭവങ്ങളെക്കാൾ ഈ സംസ്കാരം അവരുടെ പാരമ്പര്യത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും അടയാളമാണ്. എന്നാൽ ഉയർന്നു വരുന്ന പരിഷ്കരണങ്ങൾക്കും നിയമത്തിൻ്റെ നൂലാമാലകൾക്കും ഇരയാകപ്പെടുന്നവർ ഇവിടുത്തെ കർഷകരാണ്. താങ്ങാനാവുന്നതിലുമധികം സാമ്പത്തിക ബുദ്ധിമുട്ടും കർഷക മരണങ്ങൾക്ക് കാരണമായേക്കുമെന്നത് ദുസ്വപ്നങ്ങളിൽ നിന്ന് ഏറെ അകലെയല്ല. ഇതിനെല്ലാം ഒരവസാനമെന്നുള്ള നിലയിലാണ് ഇവിടുത്തുകാരപ്പോൾ ഒറ്റയാൾ പോരാട്ടങ്ങൾക്കും സമരങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുന്നത്. നീതിയുടെ കരങ്ങൾ എന്തെങ്കിലും അവരെ തേടിയെത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഓരോരുത്തരിലും. കൊയ്ത്തുപാട്ടുകളും ഞാറും പാടങ്ങളും ആ പ്രതീക്ഷയ്ക്ക് നെടും തൂണായി ഇപ്പോഴും അവശേഷിക്കുന്നു.